സിനിമയിലെ തല്ലുമാല അത് ഇങ്ങനെ പല മേഖലകളിലായി നടക്കുകയാണ്. അതിലാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ചെറുതല്ല. അടൂരിനെ പിന്തുണച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി നടത്തിയ വാക്കുകളും പുതിയ വിവാദങ്ങൾക്ക് ഇടവെക്കുന്നതാണ്. ഇതിനിടയിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കടുത്ത നീക്കങ്ങൾ. ഇന്നലെ KPMS അടക്കമുള്ള സംഘടനകൾ അടൂരിന്റെ വീട്ടിലേക്ക് വലിയ മാർച്ച് നടത്തുകയും അവിടെ വലിയ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തതാണ്. അരുൺ അരുൺ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, നമ്മൾ രാവിലെ ശ്രീകുമാരൻ തമ്പിയുടെ വാക്കുകൾ അടൂരിനെ അനുകൂലിക്കുകയാണ് എന്ന് മാത്രമല്ല, അല്പം കൂടി കടുത്ത നിലപാടുകളാണ് ശ്രീകുമാരൻ തമ്പി സ്വീകരിച്ചത്. കാരണം ഈ പണം മുടക്കുന്നത് പണമൊന്നും സിനിമകളിൽ കാണാൻ കഴിയുന്നില്ല, അത്തരത്തിലുള്ള ബജറ്റൊന്നും ആ സിനിമയിൽ പ്രകടമാവുന്നില്ല എന്ന വാദം ഈ ശ്രീകുമാരൻ തമ്പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ഈ വിവാദത്തിൽ സർക്കാർ കക്ഷി ചേരാനുള്ള സാധ്യതയുണ്ടോ അരുൺ? കാരണം ഇപ്പോൾ പോകുന്ന ഒരു വല്ലാത്ത രീതിയിലുള്ള ചർച്ചകളാണല്ലോ പുരോഗമിക്കുന്നത്. സിനിമാ മേഖലയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ നിലപാട് അതുണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതല്ല. പ്രത്യേകിച്ച് ദളിത് സംഘടനകളൊക്കെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അടൂർ ഗോപാലകൃഷ്ണനെതിരെ KPMS അടക്കമുള്ള സംഘടനകൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കോലം കത്തിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധ പരിപാടികൾ നടത്തിയതുമാണ്. ഇന്നും സമാനമായ നീക്കങ്ങൾ ഉണ്ടാവും. ഇതിനിടയിലാണ് അടൂരിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഉയരുന്നത്. ഇന്നലെ വീണ്ടും സിനിമാ കോൺക്ലേവിലെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അടൂർ ഗോപാലകൃഷ്ണൻ ആ നിലപാട് ഒന്നുകൂടി ശക്തമായി ആവർത്തിക്കുകയും ചെയ്തിട്ടുമുണ്ട്. സ്വാഭാവികമായും ആ തരത്തിലേക്ക് കൂടി വിവാദം പോവുകയാണ്. തനിക്കെതിരെ പ്രതിഷേധിക്കാൻ ഗായിക പുഷ്പവതി ആര് എന്ന ചോദ്യം ഉന്നയിക്കുന്ന അടൂരിന് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഗായക സംഘടനകൾ അടക്കം രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. പുഷ്പവതിയുടെ പ്രതികരണവും തൻ്റെ സിനിമാ മേഖലയിലെ ഇടപെടലുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഇരുഭാഗവും ഏറ്റുമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഉണ്ടാക്കിയ വിവാദങ്ങളിൽ സർക്കാർ കക്ഷി ചേരുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്നലെ നമ്മൾ കണ്ടതാണ് KPMS അടക്കമുള്ള സംഘടനകൾ അടൂരിനെതിരെ പരസ്യ പ്രതിഷേധം, ഈ കോലം പോലും കത്തിച്ചുകൊണ്ട് പ്രതിഷേധം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ശ്രീകുമാരൻ തമ്പി അടൂരിന് പിന്തുണ നൽകുന്നു. ഈ തർക്കം ഒരു വലിയ രീതിയിൽ പുരോഗമിക്കുമ്പോൾ സർക്കാർ ഇതിനകത്ത് കക്ഷി ചേരാനുള്ള ഉണ്ടോ? കാരണം മന്ത്രി ബിന്ദു അടക്കം അടൂരിനെ തള്ളി നിലപാടെടുത്തവരാണ്. രണ്ട് വശത്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ വരുന്നത്. ഒന്ന് അടൂരിനെ പിന്തുണച്ചുണ്ട്, അതുപോലെ അടൂരിനെതിരെയുമുണ്ട്. ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് ആദ്യം ഈ വിഷയത്തിൽ അടൂരിനെ വിമർശിച്ച് രംഗത്ത് വന്ന പ്രധാനപ്പെട്ട ഒരാൾ. അതിനുശേഷം ഇന്നലെ മന്ത്രി ഒ ആർ കേളുവും അതുപോലെ തന്നെ K രാധാകൃഷ്ണൻ MP ഒക്കെ ശക്തമായ വിമർശനം അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഉന്നയിച്ചിരുന്നു. നേരത്തെ സജി ചെറിയാൻ ഈ വേദിയിൽ വെച്ച് തന്നെ അടൂരിന്റെ നിലപാട് ശരിയല്ല, അല്ലെങ്കിൽ അടൂർ പറഞ്ഞതല്ല ശരിയെന്ന് സൂചിപ്പിക്കുന്ന അത്ര വിമർശനങ്ങൾ സജി ചെറിയാന്റെ ഭാഗത്തുമുണ്ട്. പക്ഷേ സിനിമാ മേഖലയിലെ ഒരു വലിയ വിഭാഗം അടൂരിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പിയാണ് അതിൽ ഒടുവിൽ അത് ആ രീതിയിൽ അടൂരിനെ പിന്തുണച്ച് രംഗത്ത് വന്നത്. അടൂർ പറഞ്ഞത് എന്താണ് തെറ്റെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ KPMS സംഘടനകളുടെ പരസ്യ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അടൂർ പറഞ്ഞതിൽ ഒരു ശരിയുണ്ട്. ആർക്കും പണം യഥേഷ്ടം കൊടുക്കുകയല്ല, മറിച്ച് കൃത്യമായ ക്വാളിറ്റിയുള്ള സിനിമ ഉണ്ടാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷം പണം കൊടുക്കുക തന്നെയാണ് ഉചിതം. ഈ കണ്ട 4 സിനിമകൾ താൻ കണ്ടിരുന്നു. 4 സിനിമകളിലും അത്ര 1.5 കോടി രൂപയുടെ മൂല്യമൊന്നും അതിനില്ല എന്നൊരു പ്രതികരണമാണ് ശ്രീകുമാരൻ തമ്പി നടത്തിയത്. അത്തരം അഭിപ്രായങ്ങളുള്ളവരുമുണ്ട്. ഏതായാലും വിവാദത്തിൽ അടൂരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു വരുന്നു. പോലീസിലും അടൂരിനെതിരെ പരാതിയുണ്ട്. മ്യൂസിയം പോലീസിൽ KPMS ആണ് പരാതി കൊടുത്തത്. നടപടിയായിട്ടില്ല ഇതുവരെയും. ഒരുപക്ഷെ കേസെടുക്കാനോ അല്ലെങ്കിൽ നിയമോപദേശം നേടാനോ ഒക്കെ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ വിവാദം അടൂർ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ അടൂരിന്റെ പിന്തുണയും ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഉണ്ടാക്കുന്ന വിവാദത്തിൽ ഇരുഭാഗത്തും ശക്തമായ നീക്കങ്ങൾ. ഇന്ന് ശ്രീകുമാരൻ തമ്പിയുടെ വാക്കുകൾ ഒരുപക്ഷെ ഇത്തിരി കടുത്ത വാക്കുകൾ കൂടി, പരാമർശങ്ങൾ കൂടിയായി പോയി. സിനിമാ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളിലടക്കം ശ്രീകുമാരൻ തമ്പി അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നീക്കത്തിൽ അത് പുതിയ തലത്തിലേക്ക് വിവാദം കടക്കുമെന്നും ഉറപ്പാണ്. നമുക്ക് തിരികെ സിനിമാ താരസംഘടനയിലെ തർക്കത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നവമിയുണ്ട്. നവമി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ മാലാ പാർവതി അല്പസമയം മുമ്പ് പുറത്തുവിട്ട ഒരു സ്ക്രീൻഷോട്ടിൽ അതിൽ കൃത്യമായ ആരോപണം ഉന്നയിക്കുന്നത് ഉഷാ ഹസീനയ്ക്കെതിരെയാണ്. ഉഷാ ഹസീന അടക്കമുള്ളവരാണ് യൂട്യൂബ് ചാനലുകൾക്ക് താരസംഘടനയിലെ ഈ വനിതാ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിയുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടതിന് പിന്നിൽ ഇവരാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ഇതൊരു പരസ്യ ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ്. വിഴുപ്പലക്കലാണ് എല്ലാ അർത്ഥത്തിലും ഈ താരസംഘടനയിൽ നടക്കുന്നത്.
സജിത്ത്, ഈ മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളാണ് നടിമാർ പറയുന്നത്. ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തലാണ്. തുടക്കത്തിൽ ഈ ഒരു മെമ്മറി കാർഡിനെ പറ്റി ഉഷ പരാമർശം നടത്തുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മാലാ പാർവതി അതിനെ പരിഹസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കേൾക്കുമ്പോൾ, വാദങ്ങൾ കേൾക്കുമ്പോൾ തനിക്ക് ചിരിയാണ് വരുന്നതെന്ന തരത്തിൽ മറ്റ് നടിമാരെ പരിഹസിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. ഇതിനെതിരെ പൊന്നമ്മ ബാബു വീണ്ടും രംഗത്തെത്തി. ഈ മെമ്മറി കാർഡ് വിവാദത്തോടൊപ്പം തന്നെ മാലാ പാർവതി പറഞ്ഞ ശരിയായ നടപടിയല്ല, അത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള മാലാ പാർവതിയുടെ നിലപാട് അത് ശരിയല്ല എന്ന തരത്തിൽ മാലാ പാർവതിക്കെതിരെ രൂക്ഷ വിമർശനവും ഈ പൊന്നമ്മ ബാബു ഉന്നയിച്ചിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് നടി പ്രിയങ്കയും ഇതുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നത്. എന്തായാലും മാലാ പാർവതി ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിൽ കൃത്യമായി തന്നെ പറയുന്നത് കുക്കു പരമേശ്വരന് താൻ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഈ ബാബുരാജിനെ അനുകൂലിക്കുന്നവരാണ്, അതായത് പൊന്നമ്മ ബാബു ആയിക്കോട്ടെ, ഉഷ ആയിക്കോട്ടെ, പ്രിയങ്ക ആയിക്കോട്ടെ, ബാബുരാജിനെ അനുകൂലിക്കുന്നവരാണ് ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ ഇങ്ങനെ ഒരു നിലപാടുമായി എത്തിയത്, ഒരു മെമ്മറി കാർഡ് വിവാദവുമായി എത്തിയതെന്ന കാര്യമാണ് ക്ഷമിക്കണം മാലാ പാർവതി പറയുന്നത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് പിന്നെ ഈ നടിമാർ ഒരു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം കൂടി മാലാ പാർവതി ഉന്നയിക്കുന്നുണ്ട്. ഈ ഉഷയ്ക്ക് ഈ ദിവ്യ എസ് അയ്യരുടെയും മെറിൻ IPSന്റെയും രണ്ടുപേരുടെയും നമ്പർ ഇട്ടു കൊടുത്തിട്ട് ഇവരെ വിളിച്ച് കാര്യം പറയൂ, ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, അതുകൊണ്ട് ഇത് കൃത്യമായി തന്നെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഉഷയ്ക്ക് നമ്പർ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം മാലാ പാർവതി തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് നിയമപരമായി ഇവർ മുന്നോട്ട് പോകാത്തത്? ഇത് തന്നെയാണ് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് എന്നുകൂടി മാലാ പാർവതി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ നടിമാർ തീരുമാനിച്ചിരിക്കുന്നത്. കുക്കു പരമേശ്വരനെതിരെ കേസ് നൽകും. കാരണം ഇത് മെമ്മറി കാർഡിൽ അന്ന് ആ യോഗത്തിൽ ചർച്ച ചെയ്തത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. പല സാധാരണക്കാരായിട്ടുള്ള സിനിമ ആശ്രയിച്ച് ജീവിക്കുന്ന പല സ്ത്രീകളും നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ് അന്നത്തെ ദിവസം ചർച്ച ചെയ്തത്. അത് റെക്കോർഡ് ചെയ്ത് പിന്നീട് അതിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന് കുക്കു പരമേശ്വരൻ നിസാരവൽക്കരിച്ച് പറയുന്നതിന് ഗുരുതരമായി തന്നെ ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ കണക്കാക്കണം. അതുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് മറ്റ് വനിതാ താരങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നതിനെതിരെ പോലും വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ ഈ പ്രധാനപ്പെട്ട താരങ്ങൾ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള താരങ്ങൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോൻ പോലും ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ പോലും ഒരു പരസ്യ പ്രസ്താവന നടത്തുവാൻ ശ്വേതാ മേനോന് മുന്നോട്ട് വരാത്തത് ഇപ്പോഴും ആ ദുരൂഹമായി തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം പിന്നീട് ഒരു വേദികളിലോ ഈ മെമ്മറി കാർഡിനെ കുറിച്ച് പരാമർശം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു യോഗം ചേർന്നതിനെ പറ്റി ആർക്കും അറിയില്ല. പിന്നീട് എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു മെമ്മറി കാർഡും ഒപ്പം കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നതിന് പിന്നാലെയുള്ള വിവാദങ്ങളുമൊക്കെ മനഃപൂർവ്വം കുക്കു പരമേശ്വരൻ മത്സരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ബാബുരാജ് ഇറക്കുന്ന ആളുകളാണ് ഇങ്ങനെ ആരോപണവുമായി രംഗത്തെത്തുന്നത് എന്നതാണ് കുക്കു പരമേശ്വര അനുകൂലികൾ പറയുന്നത്. മഞ്ജുഷ്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സിനിമാ മേഖലയിലെ തർക്കം അതിങ്ങനെ പരസ്യ വിഴുപ്പലക്കായി മാറുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിലും ഒപ്പം താരസംഘടന അമ്മയിലും ഈ തരത്തിൽ വരികയാണ്.